യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്നത്തെ ഈ വചന ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും വലിയ സ്നേഹത്തോടെ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് ഇന്ന് നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പോവുക. നമ്മുടെ ജീവിതത്തിൻ്റെ മേലെ കർത്താവിൻ്റെ ശക്തമായ ഇടപെടലുകൾ ഉണ്ടാകുവാനായിട്ട് പോവുക. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 6-ാം അധ്യായം 2, 3, 4 വചനങ്ങൾ. അഭിലാഷങ്ങൾക്ക് നീ അടിപ്പെടരുത്. അവ നിന്നെ കാളക്കൂറ്റനെ പോലെ കുത്തിക്കീറും. അവ നിൻ്റെ ഇലകൾ ഭക്ഷിക്കുകയും നിൻ്റെ ഫലങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും. നീ ഒരു ഉണക്കമരമായി തീരും. ദുഷിച്ച ഹൃദയം അവനവനെ തന്നെ നശിപ്പിക്കുന്നു. ശത്രുക്കളുടെ മുമ്പിൽ അവൻ പരിഹാസ പാത്രമായിട്ട് തീരും. അഭിലാഷങ്ങൾക്ക് നീ അടിമപ്പെടരുത്. ഇന്ന് മാനവരാശിയുടെ മുൻപിൽ അവനെ സാത്താൻ കീഴ്പ്പെടുത്തിയിരിക്കുന്ന ഏറ്റവും വലിയ ഒരു പാപത്തിൻ്റെ മേഖലയാണ് അഭിലാഷങ്ങൾക്ക് മനുഷ്യനെ അടിമപ്പെടുത്തുക. ജഡത്തിൻ്റെ അഭിലാഷങ്ങൾ, കണ്ണിൻ്റെ അഭിലാഷങ്ങൾ, മനസ്സിൻ്റെ അഭിലാഷങ്ങൾ, ലോകത്തിൻ്റെ മോഹങ്ങൾ, ഇവയെല്ലാം സ്വന്തമാക്കാനുള്ള അടങ്ങാത്ത ആവേശത്തോടെ ഇന്ന് മനുഷ്യൻ മുൻപോട്ട് കുതിക്കുകയാണ്. അഭിലാഷങ്ങൾ മനുഷ്യനെ ചതിക്കണിയിലാക്കുകയാണ്. നിന്റെ ജഡത്തിൻ്റെ അഭിലാഷങ്ങൾ നിന്നെ പാപത്തിൻ്റെ പടുകുഴിയിലേക്ക് തള്ളി ഇടുകയാണ്. ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി പങ്കുവെച്ച അനുഭവം. വിവാഹിതയാണ്, അവൾക്ക് ഭർത്താവുണ്ട്, മക്കളുണ്ട്. ഭർത്താവ് വളരെയേറെ വിദ്യാഭ്യാസം കുറഞ്ഞ വ്യക്തിയാണ്. വിവാഹ സമയത്ത് ഉന്നതമായ വിദ്യാഭ്യാസമുണ്ട് എന്നൊക്കെ നുണ പറഞ്ഞാണ് വിവാഹം നടന്നത്. വിവാഹത്തിന് ശേഷമാണ് ജീവിതം മുൻപോട്ട് നീങ്ങുമ്പോഴാണ് ഈ സഹോദരി അറിയുന്നത് തൻ്റെ ഭർത്താവിന് 10ാം ക്ലാസ് പോലും വിദ്യാഭ്യാസമില്ല എന്ന യാഥാർത്ഥ്യം. വിദ്യാഭ്യാസമില്ലാത്ത ഈ വ്യക്തിക്ക് അറിവിൻ്റെ വലിയ കുറവുണ്ട്.
ഈ അറിവിൻ്റെ കുറവ് ഒത്തിരിയേറെ പാപവഴിയിൽ ഈ മനുഷ്യൻ ജീവിക്കുകയാണ്. മദ്യപാനമുണ്ട്, പുകവലിയുണ്ട്, പരസ്ത്രീ ബന്ധമുണ്ട്, മറ്റ് വിവാഹിതരായ സ്ത്രീകളോടൊപ്പം പോലും ഈ മനുഷ്യന് ബന്ധമുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ തെറ്റായ ബന്ധത്തിൽ ജീവിക്കുന്ന ഈ മനുഷ്യൻ അഭിലാഷങ്ങളെ നിയന്ത്രിക്കുന്നില്ല. പ്രധാനമായിട്ടും സംഭവിച്ചത് നല്ലൊരു വിദ്യാഭ്യാസമില്ല, അറിവില്ല, നല്ല ബന്ധങ്ങളില്ല, നല്ല കൂട്ടുകെട്ടില്ല. ആ ഭാര്യ പറയുന്ന ആ മനുഷ്യൻ ഒരിക്കൽ പോലും ഒരു ധ്യാനത്തിന് പങ്കെടുത്തിട്ടില്ല. ദൈവവചന ശുശ്രൂഷ അദ്ദേഹത്തിന് ഇഷ്ടമല്ല, പ്രാർത്ഥന ഇഷ്ടമല്ല. സന്ധ്യാപ്രാർത്ഥന വീട്ടിൽ നടക്കുമ്പോൾ ആ മനുഷ്യൻ മറ്റെവിടെയെങ്കിലും ആയിരിക്കും. അങ്ങനെ ലോകത്തിൻ്റെ മുഖങ്ങളും ജഡത്തിൻ്റെ അഭിലാഷങ്ങളിലും അടിമപ്പെട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ. ഈ ഭാര്യയ്ക്ക് ന്യായമായ വിദ്യാഭ്യാസമുണ്ട്, അവൾ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കി ഒത്തിരിയേറെ സഹനത്തിലൂടെ വേദനകളിലൂടെയൊക്കെ കടന്നു പോകുകയാണ്. ഭർത്താവ് ജഡത്തിൻ്റെ അഭിലാഷങ്ങളെ നിയന്ത്രിക്കാനാവാതെ, കണ്ണിൻ്റെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുവാനാകാതെ പാപത്തിൻ്റെ മ്ലേച്ഛ വഴികളിലൂടെ ജീവിക്കുകയാണ്. ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, അഭിലാഷങ്ങൾ ഒരു കാളക്കൂറ്റനെ പോലെ നിന്നെ കുത്തിക്കീറും. അഭിലാഷങ്ങൾ നിന്നെ കുത്തിക്കീറും. ഒരു കാളക്കൂറ്റൻ ഒരു വ്യക്തിയെ എങ്ങനെ ആക്രമിക്കും? നിങ്ങളിത് കണ്ടു നോക്കുക. ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവാം. തമിഴ്നാട്ടിലൊക്കെ കാളപ്പോരിൻ്റെ സമയത്ത് കാളപ്പോര് നടത്തുന്ന പലരെയും കാള കുത്തിക്കീറുന്നതും മരിച്ചതായിട്ടൊക്കെ പത്രങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. കാള അക്രമകാരിയായിട്ട് മാറുകയാണ്. കാളയെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്ന വ്യക്തിയെ കൊമ്പുകൊണ്ട് വലിച്ചെറിഞ്ഞിട്ട് ഓടിച്ചിട്ട് കാള കുത്തിക്കീറുകയാണ്. കുത്തേറ്റ് ഈ മനുഷ്യൻ്റെ കുടലൊക്കെ പുറത്തേക്ക് വരികയാണ്. വിവേകമില്ലാത്ത പ്രവൃത്തിയായിരിക്കാം ആ മനുഷ്യൻ തൻ്റെ ജീവിതം അവിടെ അന്ത്യത്തിൽ എത്തിച്ചേരുകയാണ്. കാളക്കൂറ്റനെ പോലെ നിന്റെ അഭിലാഷങ്ങൾ നിന്നെ കുത്തിക്കീറുകയാണ്. ജഡത്തിൻ്റെ അഭിലാഷങ്ങൾ, ആസക്തികൾ നിന്റെ ജീവിതത്തെ അപ്പാടെ തകർത്തു കളയും. ജഡത്തിൻ്റെ അഭിലാഷങ്ങളും ആസക്തികളും നിയന്ത്രിക്കുന്നില്ലെങ്കിൽ നിന്റെ ആധ്യാത്മിക ജീവിതം പൂർണ്ണമായിട്ട് തകർന്ന് തരിപ്പണമാകും. കണ്ണുകളുടെ അഭിലാഷങ്ങൾക്കനുസരിച്ച് നീ ജീവിച്ചാൽ നിന്റെ ജീവിതം, ആത്മീയ ജീവിതം പൂർണ്ണമായിട്ട് സാത്താൻ തകർക്കും. ഉൽപ്പത്തി പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 6-ാമത്തെ വചനം, ആ വൃക്ഷത്തിൻ്റെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകരവും അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യമാണെന്ന് കണ്ട് അവൾ അത് പറിച്ചു തിന്നു. ആ വൃക്ഷത്തിൻ്റെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകരവും. കണ്ണിന് കൗതുകരമായിട്ട് അവൾക്ക് അനുഭവപ്പെടുകയാണ് ആ പഴം. അതവൾ പറിച്ചു ഭക്ഷിച്ചു, ഭർത്താവിന് കൊടുത്തു. അവൾ ദൈവീക ജീവൻ നഷ്ടപ്പെട്ട്, കൃപ നഷ്ടപ്പെട്ട് പർദീസായിക്ക് പുറത്താക്കപ്പെടുകയാണ്. ഉണ്ടോ? കണ്ണിന് കൗതുകകരമായിട്ട് അവൾക്ക് അനുഭവപ്പെടുകയാണ്. അവൾ കണ്ണിൻ്റെ അഭിലാഷങ്ങൾക്കനുസരിച്ച് നീ ജീവിച്ചാൽ നിന്റെ ആത്മീയ ജീവിതത്തെ നിന്റെ കണ്ണുകൾ തകർക്കുകയാണ്. കാണാൻ പാടില്ലാത്തത് നീ കാണുമ്പോൾ, കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കുമ്പോൾ, ചെയ്യാൻ പാടില്ലാത്തത് നിന്റെ ശരീരം കൊണ്ട് ചെയ്യുമ്പോൾ നിന്റെ അഭിലാഷങ്ങൾ നിന്നെ കുത്തിക്കീറുകയാണ്. ഒരു കാള ഒരു മനുഷ്യനെ നിഷ്കരണം കുത്തിക്കീറി കൊല്ലുന്നത് പോലെ നിന്റെ അഭിലാഷങ്ങൾ നിന്നെ കൊല്ലും എന്ന് പറഞ്ഞാൽ നിന്നിലെ ദൈവീക ജീവനെ
നിന്നിലെ ആത്മീയ ജീവനെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുകയാണ്. അവ നിന്റെ ഇലകൾ ഭക്ഷിക്കുകയും നിന്റെ ഫലങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും. നിന്റെ ഇലകൾ ഭക്ഷിക്കും, നിന്നിലെ ഫലങ്ങൾ നശിപ്പിക്കും. ഇലകൾ ഭക്ഷിക്കും, ഫലങ്ങൾ നശിപ്പിക്കും. നിന്നിലുള്ള ആത്മീയ ഫലങ്ങൾ, ആത്മീയ നന്മകൾ, പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾ, എല്ലാ നന്മകളും നിനക്ക് നഷ്ടമാകും. അഭിലാഷങ്ങൾക്ക് കീഴ്പ്പെട്ടു നീ ജീവിക്കുന്നതിലൂടെ നിന്റെ ആത്മീയ ജീവിതം തകരും. നിന്റെ കുടുംബ ജീവിതത്തിൽ വലിയ പാളിച്ചകളുണ്ടാകും. നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ തകർച്ചകളുണ്ടാകും. കണ്ണിൻ്റെ ആസക്തിക്കനുസരിച്ച് നീ പോകുവാൻ പാടില്ല. ജഡത്തിൻ്റെ വികാരങ്ങളെ അമർച്ച ചെയ്യണം. ജഡത്തിൻ്റെ ആസക്തികളെ അമർച്ച ചെയ്യണം. ലോകത്തിൻ്റെ വികാരങ്ങൾക്കൊത്ത് നീ ഒരിക്കലും പോകുവാനായിട്ട് പാടില്ല. അങ്ങനെ പോയാൽ നീ ഫലങ്ങൾ, ആത്മീയ ഫലങ്ങൾ നഷ്ടപ്പെട്ട ഒരു സാധാരണ മനുഷ്യനായിട്ട് മാറുകയാണ്. വചനം പറയുന്നു, നീയൊരു ഉണക്കമരമായിട്ട് മാറും. ഇല കൊഴിഞ്ഞ് ഫലം നഷ്ടപ്പെട്ട് ജീവരസമൊക്കെ വറ്റി ഉണങ്ങിപ്പോയ ഒരു മരം. ഉണങ്ങിപ്പോയ മരത്തിന് എന്താ സംഭവിക്കുന്നത്? ഉണങ്ങിപ്പോയ മരം അത് വെട്ടി താഴെയിട്ട് വെട്ടിഞ്ഞുറുക്കി അടുപ്പിൽ വെച്ച് കത്തിക്കാനേ കൊള്ളത്തുള്ളൂ. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അത് നാളുകൾ കഴിയുമ്പോൾ ചേതല് തിന്ന് എന്നെങ്കിലും ഒരിക്കൽ ആ മരം വീഴും. ഇതും ഒരു സത്യമാണ്. നീ ഉണക്കമരമായി തീരുമെന്ന് പറഞ്ഞാൽ നിന്നിലെ ആത്മീയ ഫലങ്ങൾ, പരിശുദ്ധാത്മ ഫലങ്ങൾ, നന്മകളെല്ലാം നഷ്ടപ്പെട്ട്, ദൈവീക ജീവൻ നഷ്ടപ്പെട്ട്, ദൈവത്തിൽ നിന്ന് അകറ്റപ്പെട്ടവനായി ഒരു ഉണക്കമരമായിട്ട് തീരും. ആസക്തികൾ പൂർണ്ണമായിട്ട് നിന്നെ കീഴ്പ്പെടുത്തുകയാണ്. ജഡമോഹങ്ങൾ നിന്നെ പൂർണ്ണമായിട്ട് തകർത്തു കളയുക. നിന്റെ ജീവിതത്തെ പരിപൂർണമായിട്ട് ഈ അഭിലാഷങ്ങൾ തകർക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം ഓർമ്മിപ്പിക്കുകയാണ്. പഴയ നിയമത്തിലെ ശക്തനായ കഥാപാത്രം സാംസന്റെ ജീവിതം നമുക്കറിയാം. അഭിലാഷങ്ങൾക്ക്, ജഡത്തിൻ്റെ അഭിലാഷങ്ങൾക്കനുസരിച്ച് ജീവിച്ച സാംസൺ വലിയ ദുരന്തത്തിൽ അകപ്പെടുകയാണ്. ആത്മീയ ശക്തി നഷ്ടപ്പെട്ട വ്യക്തിയായിട്ട് സാംസൺ മാറുന്നത് നമ്മൾ വായിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. ആത്മീയ ജീവനെ നഷ്ടപ്പെടുത്തുന്ന ഏറ്റവും വലിയൊരു പാപത്തിൻ്റെ മേഖലയാണിത്. ജഡ അഭിലാഷങ്ങൾ നമ്മുടെ ദൈവിക ജീവനെ പൂർണ്ണമായിട്ട് ഇല്ലായ്മ ചെയ്യുക. നീ ഒരു ഉണക്കമരമായി തീരും. ദുഷിച്ച ഹൃദയം അവനവനെ തന്നെ നശിപ്പിക്കുന്നു. ഇതെങ്ങനെയാ ദുഷിച്ച ഹൃദയം ഉണ്ടാകുന്നത്? നിന്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ പാടില്ലാത്തത് നീ കാണുകയാണ്. നിന്റെ കൈവശമിരിക്കുന്ന മൊബൈലിൽ ഒന്ന് നീക്കിയാൽ മതി, മോശമായ സൈറ്റുകളിലേക്ക് നീ കടന്നു പോകുക. അശുദ്ധിയൊക്കെ കാണും, നിന്റെ ഹൃദയം ദുഷിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് കോളേജിൽ പഠിക്കുന്നൊരു പെൺകുട്ടി, അവൾ പ്രാർത്ഥിക്കാനായിട്ട് വന്നു. ഇപ്പോൾ അവൾ ഒത്തിരിയേറെ ജഡിക പാപത്തിൻ്റെ മേഖലയിലാണ് ജീവിക്കുന്നത്. ഞാൻ അവളോട് ചോദിച്ചു, നീ ഈ ഒരു പാപത്തിൻ്റെ മേഖലയിൽ വീഴുവാനുണ്ടായ ആദ്യ സംഭവം എന്താണ്? അവൾ പറയുകയാണ്, അവളുടെ കൂടെ പഠിക്കുന്ന പെൺകുട്ടികൾ തന്നെ മോശമായ അശ്ലീലം നിറഞ്ഞ പുസ്തകങ്ങൾ ഇവൾക്ക് വായിക്കുവാനായിട്ട് കൊടുത്തു. ആ പുസ്തകത്തിലെ കഥകൾ വായിച്ചു, അശ്ലീല കഥകൾ, അതിനകത്തെ ചിത്രങ്ങൾ കണ്ടു. തെറ്റായ അറിവ് ഇവിടെ മനസ്സിലേക്ക് കിട്ടി. അങ്ങനെ ഇവളുടെ കൂട്ടുകാരികൾ തന്നെ ഇവളെ പാപത്തിലേക്ക് നയിക്കുകയാണ്. നോക്കുക, അവൾ ഇന്ന് പാപത്തിൻ്റെ, ജഡിക പാപത്തിൻ്റെ അടിമത്തത്തിലാണ്. അവളുടെ ശരീരം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആലയമാണെന്നുള്ള ബോധ്യം നഷ്ടപ്പെട്ടിട്ട് ജഡസുഖങ്ങൾക്ക് പിന്നാലെ ആ പെൺകുട്ടി ജീവിക്കുന്ന ഒരവസ്ഥയിലാണ് ധ്യാനിക്കാനായിട്ട് വന്നിരിക്കുന്നത്. അവൾ പറയുന്നു, എന്നെ പാപത്തിലേക്ക്, തെറ്റിലേക്ക് നയിച്ചത് ഈ അശ്ലീല പുസ്തകങ്ങളും ഈ കാഴ്ചകളുമാണ്. കൂട്ടുകാരികളാണ് എന്നെ ഈ ഒരു ലൈനിലേക്ക് നയിച്ച് ഞാനിന്ന് പാപത്തിലായത്.
നോക്കുക, വായിച്ചത്, കണ്ടത്, കേട്ടത് അശ്ലീലകരമായ കാര്യങ്ങൾ ഹൃദയത്തെ ദുഷിപ്പിക്കുകയാ. ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ അവർ ദൈവത്തെ കാണും. നമ്മുടെ ഹൃദയത്തിലാ ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നത്. അശുദ്ധി കാണുന്നതിലൂടെ, അശുദ്ധി കേൾക്കുന്നതിലൂടെ, അശുദ്ധി വായിക്കുന്നതിലൂടെ എല്ലാം നമ്മുടെ ഹൃദയമാ അശുദ്ധമായിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് നമ്മുടെ ഉള്ളിൽ വസിക്കുവാൻ സാധിക്കാതെ വരികയാണ്. ശരീരം ജഡിക പാപങ്ങൾ ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയമായ നമ്മുടെ ശരീരവും അശുദ്ധമാവുകയാണ്. ദുഷിച്ച ഹൃദയം അവനവനെ തന്നെ നശിപ്പിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. നശിപ്പിക്കുകയാ. പൂർണ്ണമായിട്ട് ഒരു വ്യക്തിയെ ഇല്ലായ്മ ചെയ്യുകയാണ് ജഡത്തിൻ്റെ പാപങ്ങൾ. ജഡിക അഭിലാഷങ്ങൾ ഒരു മനുഷ്യനെ പൂർണ്ണമായിട്ടും നശിപ്പിക്കുകയാണ്. ആസക്തികളെ, അഭിലാഷങ്ങളെ നിയന്ത്രിച്ചില്ലെങ്കിൽ നിന്റെ ജീവിതം പൂർണ്ണമായിട്ടും പിശാച് തകർത്ത് കളയും. ശത്രുക്കളുടെ മുൻപിൽ അവൻ പരിഹാസപാത്രമായിട്ട് മാറും. ആസക്തികളും അഭിലാഷങ്ങളും ഒരു വ്യക്തിയെ കീഴടക്കി കഴിയുമ്പോൾ സംഭവിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് വിവേകം പൂർണ്ണമായിട്ട് നഷ്ടമാകും. സാംസണും സംഭവിച്ചു അത് തന്നെയാണ്. വീഞ്ഞു കഴിച്ചു, സ്ത്രീബന്ധമുണ്ടായി, വിവേകം നഷ്ടപ്പെട്ടു. ജഡികാഭിലാഷങ്ങൾ ഒരു വ്യക്തിയുടെ വിവേകത്തെ, സുബോധത്തെ ഇല്ലാതാക്കുകയാണ്. ആസക്തികൾ ഒരു വ്യക്തിയുടെ ആധ്യാത്മിക ജീവിതത്തെ തകർത്തു കളയുക. അഭിലാഷങ്ങൾക്ക് ഒരിക്കലും നീ അടിമപ്പെടരുത്. അഭിലാഷങ്ങൾ ഒരിക്കലും നിന്നെ കീഴ്പ്പെടുത്തരുത് എന്ന് ദൈവത്തിൻ്റെ തിരുവചനം ഓർമ്മിപ്പിക്കുകയാണ്. പ്രഭാഷകൻ 23:5-6 അധമവികാരങ്ങൾക്ക് ഞാൻ അടിമയാകരുതേ. അധമവികാരങ്ങൾ ജഡത്തിൻ്റെ അധമവികാരങ്ങൾക്ക് ഞാൻ അടിമയാകരുതേ. അധമവികാരങ്ങൾ കാളക്കൂറ്റനെ പോലെ നിന്നെ കുത്തിക്കീറും, നിന്റെ ജീവനെ നശിപ്പിക്കും. അമിതമായ ആഹാരപ്രിയമോ ഭോഗാസക്തിയോ എന്നെ കീഴടക്കാതിരിക്കട്ടെ. നിർലജ്ജമായ വികാരങ്ങൾക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ. അമിതമായ ഭോഗാസക്തി, അമിതമായ ഭക്ഷണത്തോടുള്ള ആസക്തി, ജഡമോഹങ്ങളോടുള്ള അമിതമായ താല്പര്യങ്ങളിൽ ജീവിക്കുന്ന ഒരു വലിയ സമൂഹത്തെ ഇന്ന് നമ്മൾ കാണുകയാണ്. നമ്മുടെ സമൂഹത്തിൽ യുവതി യുവാക്കന്മാർ വിശുദ്ധിയൊക്കെ നഷ്ടപ്പെടുത്തിയാണ് ജീവിക്കുന്നത്. അവരിന്ന് ഭക്ഷണത്തിൻ്റെ ആസക്തി, ജഡമോഹയുടെ പിന്നാലെ അവരെ ഈ ആധുനിക മാധ്യമങ്ങൾ പൂർണ്ണമായിട്ടും അവരെ തകർക്കുകയാണ്, അവരെ പാപത്തിലേക്ക് നയിക്കുകയാണ്. ദൈവിക ജീവനിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് അകറ്റുന്ന ഒരു പാപത്തിൻ്റെ മേഖലയിലൂടെ ഇന്ന് വലിയൊരു ജനസമൂഹം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സത്യം നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ജഡത്തിൻ്റെ വികാരങ്ങളെ കർശനമായിട്ട് നമ്മൾ നിയന്ത്രിച്ച് കീഴടക്കണം. കണ്ണിൻ്റെ ആസക്തികൾക്ക് നമ്മൾ അടിമകളായിട്ട് മാറരുത്. കാണാൻ പാടില്ലാത്തത് കണ്ണുകൊണ്ട് കാണരുത്. കേൾക്കാൻ പാടില്ലാത്തത് ചെവി കൊണ്ട് കേൾക്കരുത്. വായിക്കുവാൻ പാടില്ലാത്ത കാര്യങ്ങൾ, അശ്ലീല പുസ്തകങ്ങൾ ഒരിക്കലും നമ്മൾ വായിക്കുവാൻ പാടില്ല. പാപം ഇതാ നിന്റെ പിന്നിൽ പതിയിരിക്കുന്നു. അധമവികാരങ്ങൾ നിന്നെ തകർക്കുവാൻ ഇതാ കാത്തിരിക്കുന്നു. നീ ഒരു ഉണക്കമരമായിട്ട് തീരും. ദൈവത്തിൻ്റെ ജീവൻ നഷ്ടപ്പെട്ട് ഉണക്കമരമായി, ഉണക്കമരം ചതുരുകയറി ചതുക്കിച്ച് താഴെ പോയി പൂർണ്ണമായിട്ട് നശിക്കുന്നത് പോലെ നീ നശിക്കാതിരിക്കണമെങ്കിൽ അധമവികാരങ്ങളെ നിയന്ത്രിക്കുക, അഭിലാഷങ്ങളെ നിയന്ത്രിക്കുക, ആസക്തികളെ നിയന്ത്രിക്കുക. ശരീരത്തിൻ്റെ, ജഡത്തിൻ്റെ ഇച്ഛകൾക്ക് പിന്നാലെ, സുഖത്തിന് പിന്നാലെ ഒരിക്കലും നീ പോകുവാനായിട്ട് പാടില്ല. കർത്താവിനെ ആശ്രയിക്കുക, ദൈവത്തിൻ്റെ ആത്മാവിനെ വിളിച്ചപേക്ഷിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് നിനക്ക് ആത്മശക്തി നൽകും.
നിൻ്റെ ജഡമോഹങ്ങളെ നിയന്ത്രിക്കാനുള്ള കൃപയും ശക്തിയും പരിശുദ്ധാത്മാവ് നൽകും. അധമ വികാരങ്ങൾക്ക് അടിമയാകരുത്. കർത്താവ് നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. ആമേൻ. എല്ലാവരും ഒന്ന് എണീറ്റ് നിൽക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരമുയർത്തിപ്പിടിച്ച് സ്തുതിക്കുക. ജഡത്തിൻ്റെ മോഹങ്ങളും ആ തിന്മയുടെ പീഡയൊക്കെ വിട്ടുമാറുവാൻ, രോഗങ്ങൾ സൗഖ്യമാക്കപ്പെടുവാനൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഞങ്ങളുടെ ആണിപ്പാടിൽ കരമൊന്ന് വയ്ക്കണമേ. ജഡത്തിൻ്റെ മോഹങ്ങൾ, ആസക്തികളെല്ലാം വിട്ടുമാറട്ടെ. കണ്ണുകളുടെ ആസക്തി വിട്ടുമാറട്ടെ. ജഡാഭിലാഷങ്ങളുടെ തിന്മയുടെ അരൂപികൾ വിട്ടുമാറട്ടെ. കർത്താവേ, കരുണയോടെ കരം നീട്ടണമേ. എല്ലാവരെയും അങ്ങ് സ്പർശിക്കണമേ. ആസക്തിയുടെ ദുരാത്മാവ് വിട്ടുമാറട്ടെ. വ്യഭിചാരത്തിൻ്റെ ദുരാത്മാവ് വിട്ടുമാറട്ടെ. സ്വയംഭോഗത്തിൻ്റെ, സ്വർഗഭോഗത്തിൻ്റെ മ്ലേച്ഛദുരാത്മാവ് വിട്ടുമാറട്ടെ. ഹൃദയങ്ങൾ യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെടട്ടെ. ലൈംഗികത വിശുദ്ധീകരിക്കപ്പെടട്ടെ. തീരാ രോഗങ്ങൾ വിട്ടുമാറട്ടെ. കർത്താവേ, കരുണയായിരിക്കണമേ. യേശുവേ, ഞങ്ങളുടെ കരമൊന്ന് വയ്ക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വ്യഭിചാരത്തിൻ്റെ ദുരാത്മാവ് വിട്ടുമാറട്ടെ. ആസക്തിയുടെ തിന്മയുടെ അരൂപികൾ ദൈവജനത്തെ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ മുറിവേറ്റ കരം വയ്ക്കണമേ. അത്ഭുത വിടുതൽ ഞങ്ങളുടെ മക്കൾക്ക് ലഭിക്കട്ടെ. ആമേൻ. ഇയർഫോൺ വയ്ക്കുന്ന കരുവ. ഏത് ചെവിയിലാണ് ഇയർഫോൺ വെച്ചിരിക്കുന്നത്? എന്ത് പറ്റാ ചെവിക്ക്? ജന്മന കേൾവി കുറവുണ്ടായിരുന്നു. ജന്മനാളുടെ കേൾവിയുടെ പ്രശ്നമായിരുന്നു അല്ലേ? വിവാഹം കഴിച്ചാണോ? 3 പേര്. ഇയർഫോൺ ഒന്ന് എടുക്കാമോ ചെവിന്ന്? ഈ സഹോദരി ഉപയോഗിക്കുന്ന ഇയർഫോണാണ്. വളരെ ചെറുപ്പം മുതൽ തന്നെ ഈ വലത്തെ ചെവിക്ക് കേൾവിയില്ല. അതുകൊണ്ട് ഇയർഫോൺ വയ്ക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് സൗഖ്യം കൊടുക്കുമോ? ചെവി തുറക്കുമോ? വിശ്വാസമുണ്ടോ? ആ, അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കാമോ? അങ്ങോട്ട് തിരിഞ്ഞ്. ഞാൻ ഈ ചെവിയിലൊന്ന് തട്ടുകയാണ് കേട്ടോ. യേശു നന്ദി. കാത് തുറക്കുവാൻ യേശുവിൻ്റെ അധികാരനാമത്തിൽ കൽപ്പിക്കുന്നു. കാത് തുറക്കട്ടെ. യേശു നന്ദി. ആമേൻ. കണ്ണു തുറന്നേ. ആ ചെവി അടച്ച്, മറ്റേ ചെവി അടച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. എന്താ പേര്? നിമ്മി. ഭർത്താവിന്റെ പേരെന്താ? ജോഷി. മക്കൾ എത്ര പേരുണ്ട്? 3 മക്കൾ. വീട് എവിടെയാ? കാഞ്ഞൂര്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനെ തൊട്ടു. യേശുവേ തൊട്ടു. കേൾക്കാമോ? കേൾക്കാം. ഇതാ ഇയർഫോൺ. എത്ര വർഷമായിട്ട് ഈ ഇയർഫോൺ ഉപയോഗിക്കുന്നത്? എന്തിനാ കരയുന്നത്? ഈ അൾത്താരയിൽ എത്രയോ പേരുടെ കണ്ണുനീര് ഇതുപോലെ വീണിട്ടുണ്ടെന്ന് പറയും. ഞാൻ ഒത്തിരി ചിലപ്പോൾ നമുക്കിവിടെ കരച്ചിൽ വരും. അങ്ങനെ സൗഖ്യം പ്രാപിച്ച് ഇവിടെ കയറി വന്നിട്ട് പിന്നെ അതൊരു വലിയൊരു അനുഭവമാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര വയസ്സിൽ കേൾവി പോയതാ? 15. എങ്ങനെ? ചെറുപ്പത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ 15 വർഷമായിട്ട് ഇയർഫോൺ ഉപയോഗിക്കുക. ചെറുപ്പത്തിലെ ഈ കേൾവിയില്ലാഞ്ഞിട്ടും ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ 15 വർഷമായിട്ട് ഇയർഫോൺ ഉപയോഗിക്കുന്നതാണ് ഈ മകള്. ഇപ്പോൾ ആ മകളുടെ വലത്തെ ചെവി കേൾക്കാം. ആരാണ് സൗഖ്യം നൽകിയത്? അന്ധന്മാർ കാണും, ചെകിടന്മാർ കേൾക്കും, തളവാതിരോളിൽ എണീറ്റ് നടക്കും, ക്യാൻസർ സൗഖ്യമാകും, ട്യൂമർ വിട്ടുപോകും, മക്കളില്ലാത്തവർക്ക് മക്കളെ കിട്ടും. കർത്താവ് കരുണ കാണിക്കും, കർത്താവ് അനുഗ്രഹിക്കും. ആ യേശു ഇവിടെയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷമായോ? സന്തോഷമായി. ഇതിന് വെക്കണ്ട കേട്ടോ, കയ്യിരുന്നിട്ട്. യേശു ആരിലും വലിയവൻ, വലിയവൻ യേശു, യേശു ആരിലും വലിയവൻ, വലിയവൻ ആരിലും വലിയവൻ, വലിയവൻ സൗഖ്യദായകൻ, പാപമോചകൻ, സൗഖ്യദായകൻ, പാപമോചകൻ, യേശുവേകരക്ഷകൻ, യേശുവേകരക്ഷകൻ, കരുണാമയൻ, സ്നേഹഗായകൻ, കരുണാമയൻ, സ്നേഹഗായകൻ. യേശു, യേശു
വലിയവൻ വലിയവൻ, ആരിലും വലിയവൻ വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു, ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു.